സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ മാസത്തെ പെൻഷൻ കൂടി ചേർത്താൽ 7 മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഈ പെൻഷൻ തുക നൽകുന്നതിന് കഴിഞ്ഞിരുന്നില്ല. 1600 രൂപ വെച്ചാണ് ഒരാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും മസ്റ്ററിംഗ് പൂർത്തിയാക്കി എല്ലാവർക്കും പെൻഷൻ നൽകണമെങ്കിൽ 900 കോടി രൂപയെങ്കിലും പ്രതിമാസം വേണ്ട ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് ഇത് മുടങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലെല്ലാം വലിയ ചർച്ചയാണ് ഈ പെൻഷൻ മുടങ്ങിയതും മറ്റും. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള നടപടികൾ എടുക്കുമെന്ന് ധനമന്ത്രി പറയുകയും ചെയ്തിരുന്നു. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ 1 മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടുള്ളത്. മാർച്ച് 15 മുതൽ ഇത് വിതരണം ചെയ്തു തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വിശദീകരിക്കുമ്പോൾ തന്നെ ഏപ്രിൽ തൊട്ട് അതാത് മാസത്തെ പെൻഷൻ കൊടുത്തു പോകുന്നതിനുള്ള തീരുമാനമാണ് ധനവകുപ്പ് എടുത്തിട്ടുള്ളതെന്നും അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ധനമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും 1 മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാർച്ച് 15 മുതൽ കിട്ടിത്തുടങ്ങും. എങ്കിലുമുണ്ട് 6 മാസത്തെ കുടിശ്ശിക.